Which of the following describes the correct procedure prescribed in the Constitution of India for the revocation of state emergency operation in a state? ഒരു സ്റ്റേറ്റിൽ പ്രസിഡൻസ് റൂൾ ഉണ്ട്, പ്രസിഡൻറ്റിൻ്റെ ഭരണമുണ്ട്. അത് റിവോക്ക് ചെയ്യാൻ, അത് എടുത്തു കളയാനുള്ള പ്രൊസീജിയർ എന്താണ്? ഇപ്പോൾ 356 സ്റ്റേറ്റ് എമർജൻസി നമ്മൾ പറഞ്ഞു. 365 ഡയറക്ഷൻസ് ഫ്രം സെൻറ്റർ ടു ദി സ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് ആർട്ടിക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഇതെന്താ ചോദിച്ചേക്കുന്നത്? റിവോക്കേഷനാണ് ചോദിച്ചേക്കുന്നത്. റിവോക്കേഷൻ സ്റ്റേറ്റ് എമർജൻസി എടുത്ത് കളയാൻ ഒരു സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം, അതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് ബൈ പാസിങ് എ ബിൽ ഇൻ ദ രാജ്യസഭ. ആണോ? രാജ്യസഭയിൽ ഒരു ബില്ല് പാസ്സാക്കിയിട്ടാണോ പ്രസിഡൻറ്റിൻ്റെ ഭരണം എടുത്ത് കളയുന്നത്? ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് ബൈ ദ റിട്ടൺ റെക്കമെൻഡേഷൻ ഓഫ് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. അതത് സ്റ്റേറ്റിലെ ഗവർണർ ഒരു കത്ത് എഴുതി കൊടുത്തിട്ടാണോ അത് റിവോക്ക് ചെയ്യുന്നത്, ഒഴിവാക്കുന്നത്? ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് ബൈ ദ സബ്സിക്വൻറ്റ് പ്രൊക്ലമേഷൻ ബൈ ദ പ്രസിഡൻറ്റ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. പ്രസിഡൻറ്റ് തന്നെ അതിനുശേഷം ഒരു പ്രൊക്ലമേഷൻ ഇതാ ഞാനത് എടുത്തു കളയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊക്ലമേഷൻ ഇറക്കുകയാണ്, അങ്ങനെയാണോ? ഇറ്റ് ക്യാൻ ബി ഓൺലി ബൈ റിവോക്ഡ് ബൈ കംപ്ലീറ്റിംഗ് ഇറ്റ്സ് ഡ്യൂറേഷൻ പ്രിസൈഡഡ് ബൈ ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് ഇഫ് നോട്ട് എക്സ്റ്റെൻഡ് ഫർദർ. അല്ല, ആ കാലാവധി വരെ അതിങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് ബൈ ദ സബ്സിക്വൻറ്റ് പ്രൊക്ലമേഷൻ ബൈ പ്രസിഡൻറ്റ് ഹിംസെൽഫ്. പ്രസിഡൻറ്റ് തന്നെ 356 പ്രകാരം ഒരു സ്റ്റേറ്റിൽ എമർജൻസി കൊണ്ടുവന്ന് പ്രസിഡൻറ്റ് ഭരണം ഉണ്ടാക്കിയാലും അദ്ദേഹത്തിന് തന്നെ മറ്റൊരു പ്രൊക്ലമേഷനോടുകൂടി അത് പിൻവലിക്കാനും അവകാശമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ പറയുന്നതാണ്. പ്രസിഡൻസ് റൂൾ പറയുന്ന ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, മാക്സിമം കാലാവധി 3 ഇയേഴ്സാണ് ഒരു പ്രസിഡൻറ്റിൻ്റെ ഭരണം ഒരു സ്റ്റേറ്റിൽ മാക്സിമം പോകാൻ പറ്റുന്നത് 3 വർഷം വരെയാണ്. അതുപോലെ തന്നെ റിവോക്കേഷൻ എന്ന് പറയുന്നത് അത് ഒഴിവാക്കലാണ്. അത് വേറെ രാജ്യസഭേൻ്റെയോ ലോക്സഭേൻ്റെയോ ആക്റ്റോ റെസൊല്യൂഷനൊന്നും വേണ്ട, പ്രസിഡൻറ്റിന് തന്നെ ഒരു ഓർഡർ വഴി റിവോക്ക് ഒഴിവാക്കാവുന്നതാണ്. ഏത്? ഈ പറഞ്ഞ പ്രസിഡൻസ് റൂൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് അതിലേക്ക് ആ ചോദ്യത്തിലേക്ക് പോവാം. ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് ബൈ ദ സബ്സിക്വൻറ്റ് പ്രൊക്ലമേഷൻ ബൈ ദ പ്രസിഡൻറ്റ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ആണ് ശരി ഉത്തരം. റിവോക്കേഷൻ ഓഫ് സ്റ്റേറ്റ് എമർജൻസി. റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എടുത്തു കളയൽ, അതാണ് അർത്ഥമുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.